സംസ്ഥാനത്തെ നദികളിൽ നിന്ന് മണൽ വാരാനുള്ള മാർഗരേഖയ്ക്ക് റവന്യൂ വകുപ്പ് അംഗീകാരം നൽകി. ഇതോടെ 2016 നിയമ ഭേദഗതിക്ക് ശേഷം നിർത്തിവച്ചിരുന്ന നദികളിലെ മണൽ ഖനനം പുനരാരംഭിക്കാൻ വഴിയൊരുങ്ങി. മണൽ വാരൽ പുനരാരംഭിക്കുമെന്ന 2024-25 ബഡ്ജറ്റ് പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് സുപ്രധാന തീരുമാനം. മണൽ വാരലിനുള്ള ജില്ലാതല സർവേ റിപ്പോർട്ട് തയ്യാറാക്കിയത് ശാസ്ത്ര വ്യവസായിക ഗവേഷണ കൌൺസിലാണ്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര പരിസ്ഥിതി, വനം, കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയത്തിന്റെ വിജ്ഞാപനങ്ങൾ, മാർഗനിർദ്ദേശങ്ങൾ, സുപ്രീം കോടതി, ദേശീയ ഹരിത ട്രൈബ്യൂണൽ വിധിന്യായങ്ങൾ എന്നിവ പരിഗണിച്ച് സമർപ്പിച്ച രേഖയാണ് ഇപ്പോൾ അംഗീകാരം ലഭിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ 8 ജില്ലകളിലെ നദികളിൽ നിന്ന് ഏകദേശം 1.75 കോടി മെട്രിക് ടൺ മണൽ ഖനനം ചെയ്യാനാകുമെന്നാണ് സാൻഡ് ഓഡിറ്റിംഗിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇതിലൂടെ സർക്കാരിന് 1500 കോടി രൂപയിലേറെ വരുമാനം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നദികളുടെ സംരക്ഷണത്തോടൊപ്പം സംസ്ഥാനത്ത് നിലവിലുള്ള മണൽ ക്ഷാമത്തിനും ഈ നടപടി പരിഹാരമാകുമെന്നാണ് വിലയിരുത്തൽ. 2020 കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം പുറത്തിറക്കിയ സുസ്ഥിര മണൽ വാരൽ മാർഗനിർദ്ദേശങ്ങൾക്കും നിരീക്ഷണ മാർഗങ്ങൾക്കും അടിസ്ഥാനമാക്കിയാണ് പുതിയ തീരുമാനം. മണൽ ഖനനത്തിന്റെ മാനദണ്ഡങ്ങൾ സർക്കാർ പിന്നീട് പുറത്തിറക്കും. മലപ്പുറം, കൊല്ലം, തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ്, പത്തനംതിട്ട, എറണാകുളം എന്നീ ജില്ലകളിലെ നദികളിലാണ് മണൽ ഖനന സാധ്യത കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ മലപ്പുറം ജില്ലയിലെ ഭാരതപ്പുഴ, കടലുണ്ടി, ചാലിയാർ നദികളിൽ നിന്നുള്ള മണൽ ഖനനത്തിലൂടെ 200 കോടി രൂപയാണ് പ്രതീക്ഷിക്കുന്ന വരുമാനം. ജില്ലാ കളക്ടർ അധ്യക്ഷനായ ജില്ലാതല സമിതികൾക്കാണ് മണൽ ഖനനത്തിനുള്ള മേൽനോട്ടം. ന്യൂസ് ഡെസ്ക് ഈ ചാനൽ. ആഘോഷങ്ങളുടെ ആനിവേഴ്സറി കാലം ഓഫറുകളുടെയും കവിത ഗോൾഡൻ ഡയമണ്ട്സിൽ ഏപ്രിൽ 5 മുതൽ മെയ് 31 വരെ ഗ്രാൻഡ് ആനിവേഴ്സറി സെലിബ്രേഷൻ. ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് മേക്കിംഗ് ചാർജ് സൗജന്യം. ഡയമണ്ട് മേക്കിംഗ് ചാർജിൽ 50% വരെ ഡിസ്കൗണ്ട്. 2.5% പണിക്കൂലിയിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റ് കളക്ഷനുകൾ. വമ്പിച്ച കളക്ഷനുകളുമായി ചെയിൻ ആൻഡ് ബാംഗിൾ ഫെസ്റ്റ്. കൂടാതെ ഓരോ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. വേഗമാകട്ടെ, ഈ ഓഫറുകൾ മെയ് 31 വരെ മാത്രം. കവിത ഗോൾഡൻ ഡയമണ്ട്സ്.